നോക്കുമ്പോൾ ലക്ഷദ്വീപിൽ ആരും ഇതുവരെ പോയി ഡോക്യുമെന്റ് ചെയ്തില്ല. അന്തമാനിൽ ചെയ്തിട്ടുണ്ട്, ലക്ഷദ്വീപിൽ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ അത് ചിലപ്പോൾ അവിടുത്തെ ഒരു ലിമിറ്റേഷൻ വെച്ചാൽ ഭാഷയുടെ പ്രശ്നം ഉണ്ടല്ലോ. അപ്പോൾ എനിക്കാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണല്ലോ ലക്ഷദ്വീപിൽ പോകണം. അപ്പം ഞാൻ പെർമിഷനൊക്കെ എടുത്ത് അവിടുന്ന് ഒരു കോയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇവിടുത്തെ സംഗീത നാടക അക്കാദമി പോലെ അവിടുത്തെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സെക്രട്ടറി ആയിരുന്ന ഒരു കക്ഷി ഞങ്ങളുടെ കമ്മിറ്റി അംഗം, റിസോഴ്സ് പേഴ്സണും കമ്മിറ്റി അംഗമൊക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുന്നത് ലക്ഷദ്വീപിൽ ഞങ്ങൾ വരട്ടെ, ഞങ്ങൾ അവിടെ ചെയ്യട്ടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഓരോ പ്രോജക്റ്റും ആരംഭിക്കുന്നത്. ലക്ഷദ്വീപിൽ 20-25 ഡേയ്സ്. ധാരാളം കലാരൂപങ്ങളുണ്ട് അവിടെ. അവിടെ പാട്ടിൻ്റെയും പിന്നെ ഈ നമ്മളിവിടുത്തെ കോൽക്കളി പോലെയുള്ള കലാരൂപങ്ങളുണ്ട്. പാട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് പല തരത്തിലുള്ള ഡാൻസ് ഫോമുകൾ അവിടെയുണ്ട്. പാട്ടുകളുടെ വലിയൊരു ട്രഡീഷനുണ്ട്. ഞാൻ എൻ്റെ പേരുകളൊക്കെ പലതും മറന്നുപോയി, പക്ഷെ ഭയങ്കര സ്ട്രോങ് ആണ് പിന്നെ അവിടുത്തെ പിന്നെ കലാരൂപങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇത് അവിടുത്തെ ഒരു പ്രശ്നം, നമ്മൾ ഈ ഡെപ്യൂട്ടി സെക്രട്ടറി ഒക്കെ ആയിട്ട് നമ്മളവിടെ പോകുമ്പോൾ നമ്മൾ കവർത്തിയിൽ പോയി ഷിപ്പിൽ പോയി ഇറങ്ങുന്നു. അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് അടുത്ത ഓരോരോ ഐലൻഡിലേക്ക് നമുക്ക് പോകണം. അപ്പം നമ്മൾ വിചാരം എന്താ വെച്ചാൽ നമ്മൾ ഇവിടുന്ന് ജീവിച്ച് വളർന്നിട്ട് നമ്മൾ വിചാരിക്കുന്നത് അടുത്ത ഐലൻഡിലേക്ക് പോകണമെങ്കിൽ എനിക്ക് നാളെ രാവിലെ എനിക്ക് അവിടെ പോയിട്ട് ഡോക്യുമെൻ്റ് ചെയ്യണം എന്നാണ് ഞാൻ ഇവരോട് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നോക്കി ചിരിക്കും. കാരണം വെച്ചാൽ അവിടെ ഒരു ഐലൻഡിൽ നിന്ന് വേറെ ഐലൻഡിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല.